എറണാകുളത്തേക്കാണ് ആദ്യം തന്നെ. എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയമാണ് മാലിന്യ പ്രശ്നം. അത് എറണാകുളത്ത് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലായിടത്തും അത് തന്നെയായിരിക്കും. നഗരസഭയുടെ കോമ്പൗണ്ടിനകത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ UDF-ന് വീഴ്ചയുണ്ടായെന്ന് LDF ആരോപിക്കുന്നു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മാലിന്യ നീക്കം ചെറിയ തോതിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മുഖം മറച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. മൂക്ക് പൊത്തിയല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. തൃക്കാക്കര നഗരസഭ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭയുടെ മുറ്റത്തെ കാഴ്ചയാണിത്. ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ തുകയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നത് തൃക്കാക്കര നഗരസഭയിലാണ്. പക്ഷേ 5 വർഷത്തിനിടെ മാലിന്യ നീക്കത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ ഒന്നും ആയില്ല. നഗരസഭയ്ക്ക് പിന്നിലുള്ള സ്ഥലത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. കൃത്യമായി നീക്കം ചെയ്യാതെ വന്നതോടെ ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്നു. മാലിന്യം ചീഞ്ഞ് അഴുക്കുവെള്ളം സമീപത്തെ റോഡിലേക്കാണ് ഒഴുകുന്നത്. കൃത്യമായ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കാതെ ഈ മാലിന്യം ഇവിടെ കെട്ടിക്കിടന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരും. അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിലാണ് ഇവിടുത്തെ ഈ മാലിന്യ കൂമ്പാരം. ഇന്നേ വരെയും ഈ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യുന്നതിനുള്ള ഒരു നടപടിയും തൃക്കാക്കര നഗരസഭയിലുള്ള ഭരണസമിതി മുന്നോട്ട് വന്നിട്ടില്ല. നഗരസഭയ്ക്ക് സമീപത്തെ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ കളക്ടർ അനുമതി നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞു. പക്ഷേ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ ഒന്നുമായില്ല. തെരഞ്ഞെടുപ്പ് എത്തിയതോടെ വിഷയം മുഖ്യ പ്രചാരണ ആയുധമാക്കുകയാണ് LDF. ഫോറസ്റ്റ് കൊടുമുടി പോലെയാണ് കെട്ടിവെച്ചേക്കണത് മാലിന്യം. അതിന് കയറി എടുക്കണമെങ്കിൽ ടെൻസിംഗ് ഇല്ലാതെ രണ്ടാമത് ഇരിക്കണം. ആ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വള്ളത്തോൾ മുതൽ ഇങ്ങോട്ട് നടന്നു വരുമ്പോ വഴിയോരങ്ങളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ആ മാലിന്യങ്ങളെ നോക്കി എനിക്ക് തോന്നി 10,000 പന്നികൾക്ക് തിന്നാനുള്ള മാലിന്യം അവിടെ കിടപ്പുണ്ട്. മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞ ഒരു വലിയ ബൃഹത്തായ പദ്ധതിയല്ലേ ഈ നഗരസഭ എന്താ ചെയ്തിട്ടുള്ളത് എണ്ണി പറയാൻ കഴിയും. ലോറിയിൽ മാലിന്യ നീക്കം ആരംഭിച്ചെങ്കിലും കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ ചെറിയ ഭാഗം പോലും വരില്ല ഇത്. ക്യാമറാമാൻ ജിതിൻ ജോസിനൊപ്പം സൈഫുനിസാരിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.